ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ അങ്ങ് ചെയ്തേക്കാം വീഡിയോ. ഒരു മുട്ടക്കറിയാണ്, പുട്ടായിരുന്നേ. അപ്പോൾ മുട്ടക്കറിയാണ്. ദാ കടുകിട്ടു, എണ്ണയൊഴിച്ച് കടുകിട്ട്, കറിവേപ്പിലയിട്ട്, പച്ചമുളക് ഇട്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടു. ഇനി കുറച്ച് സവാള ഇടും, പിന്നെ ഇച്ചിരി തക്കാളി ഇടും. പിന്നെ അത് വഴന്നെല്ലാം വന്ന് കഴിയുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരിഞ്ചീരകം, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ക്രഷ്ഡ് ചില്ലി, അതൊരു ബീഫിൻ്റെ ഒരു ടേസ്റ്റ് മേക്കർ ക്യൂബ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി, ഇച്ചിരി മല്ലി ഇലയെല്ലാം തീർന്ന് തണ്ടേ ഉള്ളൂ, അതിട്ടു. ഇനി കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. നല്ലതായിട്ട് തിളച്ച് പരുവാകുമ്പോൾ നല്ല കുറുകി വരുമ്പോൾ നല്ല ടേസ്റ്റ്, നല്ല റോസ്റ്റായിട്ട്. ആരെണ്ണ എനിക്കുള്ള മുട്ട പുഴുങ്ങിയിട്ടു, മൂടി വെച്ച് വേവിച്ചെടുക്കാൻ നല്ല പറ്റി വരും. ആരെണ്ണ നല്ല ഗ്രേവി വേണം. നല്ലതല്ലേ കാണാൻ? നല്ല മണമാണ്. ടേസ്റ്റ് മേക്കർ ഇടുമ്പം ഭയങ്കര മണമാണ്, നല്ല ടേസ്റ്റാണ്. പക്ഷേ ആ ടേസ്റ്റ് മേക്കറിന് ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് ഉപ്പിടണം, അത്രയേ ഉള്ളൂ. സൂപ്പർ മുട്ടക്കറിയാണ്. അപ്പോൾ നമുക്ക് പുട്ടും മുട്ടക്കറിയും പാളയംകോടൻ പഴവും കഴിക്കാം. എല്ലാം കഴിച്ച് ഒരു 11-11:30 ആയപ്പം ദാഹിച്ചു. അപ്പോൾ മിറിൻഡ കുടിച്ചു. രാവിലെയും കുടിച്ചായിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച അയല അത് വെട്ടാതാണ് ഞാൻ മേടിച്ചത്. ഫ്രഷായിരുന്നു, പക്ഷേ വില കൂടുതൽ. അപ്പോൾ അതങ്ങ് കറി വെച്ചേക്കാം നമുക്ക്. ചട്ടി ചൂടായി, എണ്ണയൊഴിച്ചു, കടുകിട്ടു, ഉലുവായിട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, പച്ചമുളകിട്ടു. ഇനി അത് വഴന്നു വരുമ്പം മഞ്ഞൾപ്പൊടി ഇട്ടു. ഞങ്ങൾ കോട്ടയം മീൻകറിക്ക് മല്ലിപ്പൊടി ഇടത്തില്ല കേട്ടോ, മുളക് പൊടി ഇട്ടു. തേങ്ങ അരച്ച് വെക്കുമ്പം ചിലർ മല്ലിപ്പൊടി ചേർക്കും, ഞാൻ അതിനും ചേർക്കത്തില്ല. ഇനി കുടംപുളി ഉപ്പിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ വേവിച്ചാണല്ലോ എടുക്കുന്നത്, അപ്പം ചൂടാണല്ലോ, പുളിയുടെ സത്തെല്ലാം അങ്ങ് ഇറങ്ങും, ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ്. ആ മീൻകറിയാണ് ടേസ്റ്റ്. വെട്ടി തിളച്ച് കഴിയുമ്പോൾ കഷ്ണം പെറുക്കിയിടുക. തലയൊന്നും കളഞ്ഞിട്ടില്ല അയലയുടെ. അങ്ങനെ നീണ്ട് കണ്ണ് മാത്രം നിൽക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭാഗം കടിച്ച് കഴിക്കാൻ. ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യണേ. അല്ലേ ചിലർ ചീത്ത വിളിക്കും, തലയൊക്കെ വെച്ചോ, തല കളഞ്ഞില്ലേ. തലേന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ അവിടെ മാത്രം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുക. പരിപ്പ് വേവിച്ചില്ല, പരിപ്പ് വേകുന്നതിന് മുന്നേ ഉള്ള കാര്യം ഇത്. ഉപ്പിട്ടു, പച്ചമുളകും സവാളയും ഇട്ടു. മീൻകറി പരുവമാകുന്നു. ഇപ്പം പരിപ്പ് വെന്ത് വരുമ്പോൾ നമുക്ക് ഈ പീച്ചിങ്ങ ഒന്ന് തൊലി കളഞ്ഞ്
അരിഞ്ഞിടാം. ഇത് നമ്മുടെ വീട്ടിലെ കോവയ്ക്കായും ലുലുവിൽ നിന്ന് വാങ്ങിച്ചൊരു കയ്പൻ പാവയ്ക്കായും കൂടെ അരിഞ്ഞ് തേങ്ങ ഇട്ട് പച്ചമുളകും സവാള ഉപ്പും ഒക്കെ ഇട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം. തോരൻ വെക്കാം. നമ്മൾക്ക് തോരൻ വെക്കാം. ഇന്ന് പീച്ചിങ്ങ പരിപ്പിട്ട് ചാറും അയല മുളക് അരച്ച് വെച്ചതും പിന്നെ നമ്മളുടെ കോവയ്ക്കായും ലുലുവിൽ നിന്ന് വാങ്ങിച്ചൊരു കയ്പൻ കരിമ്പച്ച പാവയ്ക്ക അതുകൂടെ അരിഞ്ഞതാ വേഗം വെച്ചിരിക്കുക. തോരനും പിന്നെ പപ്പടും പച്ചമോരും. ഇത്രയാണ് കറി. ഇന്ന് വെള്ളിയാഴ്ച ആരൻ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. ഇന്നലത്തെ ഫെയർവെല്ലിൻ്റെ ഒക്കെ ക്ഷീണം തീർന്ന് ഉറങ്ങി താമസിച്ചൊക്കെ എഴുന്നേറ്റ് പുള്ളി ഇനി മൺഡേ തൊട്ടേ കറക്റ്റായിട്ട് പോകുന്നുള്ളൂ. സ്റ്റഡി ലീവാണ്, റിവിഷൻ ചെയ്യാൻ പോവുക, അല്ല ക്ലാസ്സല്ല. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആരൻ വീട്ടിലായിരിക്കുന്നത്. നാളെ ആരന് രാവിലെ ചർച്ചിൽ പോയാൽ ഉച്ച കഴിയും വരുമ്പോൾ പരീക്ഷ എഴുതുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ധ്യാനമാണ് നാളെ രാവിലെ 9:30 തൊട്ട് 12:30 വരെ. അത് കാരണം നാളെ ആരൻ ശരിക്കും പറഞ്ഞാൽ ആസ്വദിച്ച് കഴിക്കാനൊന്നും പോയിട്ട് വന്നിട്ട് വെയിലും കൊണ്ട് വന്നിട്ട് ശകലം കഴിച്ചെങ്കിലൊക്കെ ആയി ഉച്ചയ്ക്ക്. ആസ്വദിച്ച് കഴിക്കാനൊന്നും ഇരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇന്ന് ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ആസ്വദിച്ച് കഴിക്കട്ടെ. നമ്മുടെ നല്ല അയലക്കറി. കഴിഞ്ഞ ദിവസം 1/2 കിലോ അയല വാങ്ങിച്ചില്ലേ, 1/2 കിലോ അയലയ്ക്ക് 100 രൂപ. അതിന്നാണ് വെക്കുന്നത്. അപ്പം തോരൻ അവിടെ ഇരുന്ന് ആകട്ടെ. ചാറുകറിക്കുള്ള അരക്കട്ടെ, എല്ലാം വെന്തിരിക്കുക. പിച്ചിങ്ങാന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ സാധനം കണ്ടോ, തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുക. അപ്പോൾ തോരൻ വെന്തിട്ടുണ്ട്. ഇനി ഇച്ചിരി കടുക് താളിച്ചൊഴിക്കാവേ. ഇതങ്ങ് മാറ്റി വെക്കട്ടെ. കടുക് മാത്രം മതി, ബാക്കിയെല്ലാം നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ശകലം കടുക് മാത്രം അങ്ങ് പൊട്ടിക്കുക. ഓക്കെ, വേപ്പില വേണം കേട്ടോ. അതങ്ങ് മറന്നു പോയായിരുന്നു. ഞാനാകുന്നാലും നീയാകലില്ല. മതി, ഇട്ട് കരിക്കണ്ട. ഞാൻ ഇച്ചിരി തേങ്ങയും കൂടെ അതിനകത്തോട്ട് അങ്ങ് ഇട്ട് ലാസ്റ്റ് ഇച്ചിരി ഫ്രഷായിട്ട് തേങ്ങ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. മറ്റേ തേങ്ങ അതിൻ്റെ കൂടെ കിടന്ന് വെന്ത് ഇത് കയ്പൊക്കെ പിടിച്ചില്ലേ. അപ്പം നമ്മളിങ്ങനെ അങ്ങ് ചെയ്യുമ്പോൾ നമുക്ക് തീ നിർത്തിയിരിക്കുക കേട്ടോ. ഇങ്ങനെ അങ്ങ് ചെയ്യുമ്പം ആ ഫ്രഷ് തേങ്ങയുടെ ഒരു ടേസ്റ്റൊക്കെ കിട്ടി. എന്താ, പാവയ്ക്കായും കോവയ്ക്കായും കൂടെ തോരൻ. ഇത് മാത്രം മതി നമുക്ക് ചോറിന്. പിന്നെ ഇരിക്കട്ടെ, അവധി ദിവസമൊക്കെ 2-3 കറിയൊക്കെ ഇരുന്നോട്ടെ വല്ലപ്പോഴും. ആരൻ വീട്ടിൽ ഇരിക്കുമ്പോൾ ആരനെ നമുക്ക് പച്ചക്കറി തീറ്റിക്കാം. നല്ലതല്ലേ, ബുദ്ധി വളരണമെങ്കിലും ശരീരത്തിന് ബലം കിട്ടണമെങ്കിലൊക്കെ അല്ലേ. അപ്പോൾ ഇനി ഇത് ഒരു കൊട്ട വെച്ച് നമുക്ക് മൂടാം. അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് നമുക്ക് കൊട്ട മാറ്റി മൂടി വെക്കാം. ഓക്കെ, അപ്പോൾ ചാറുകറിക്ക് താളിച്ചില്ല, പരിപ്പ് ഇച്ചിരി കൂടെ വേകണമായിരുന്നു. അപ്പം ഞാൻ ആ പീച്ചിങ്ങ ഒന്ന് പരിപ്പിൻ്റെ കൂടെ ഇട്ട് ഒന്നുകൂടെ ചീറ്റിക്കാൻ വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് അതുകൂടെ കടുക് തളിച്ച് ഇന്നത്തെ പാചകം തീർന്നു. ലാസ്റ്റ് ചോറുണ്ടപ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഈ പീച്ചിങ്ങയും പരിപ്പും കൂടെ തേങ്ങ അരച്ച് ചാറ് വെച്ചത്, കയ്പൻ പാവയ്ക്ക ഗ്രീൻ കളറ്, കടും ഗ്രീൻ കളറ് കയ്പൻ പാവയ്ക്കായും നമ്മളുടെ കോവയ്ക്കായും കൂടെ തോരൻ വെച്ചത്, അയലക്കറി, പപ്പടം, പച്ചമോര്, അച്ചാറ്. ഓക്കെ, ചോറുണ്ണമ്പം കാണിക്കും. ഇന്ന് ഇലയെ കഴിക്കാം അല്ലേ. എല്ലാവരും വാ എൻ്റെ കൂടെ. ഞാനും ആരണം കഴിക്കുമ്പോൾ ആരൻ കഴിക്കുന്നതേ കാണിക്കുന്നുള്ളൂ. ഓക്കേ. നമ്മളുടെ ഗ്ലിസറിൻ്റെ ഡൈ തേച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു
1 മാസമൊക്കെ കഴിഞ്ഞു, 1.5 മാസത്തോളമായി. ഇങ്ങനെ ഈ അരികു വഴി 2 3 ഒരു ശകലം നര വന്നിട്ടുണ്ട്. നരപ്പിച്ചുകൊണ്ട് നടക്കണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ. അപ്പം ഞാൻ ഓർത്തു നമ്മളുടെ ഹെന്നായും നീലയമരിയും എല്ലാം കൂടെ മുടി വളരാൻ നല്ലതല്ലേ ഇതൊക്കെ. ഹെന്നായും നീലയമരിയും നെല്ലിക്കാപ്പൊടിയും അങ്ങ് തേക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരാഴ്ച കഴിയട്ടെ, നമുക്കൊരു ഹെയർ കളർ ചെയ്യാം. 20 രൂപയേ ഉള്ളൂ അതിന്. ഞാൻ ലുലു മോളിൽ കയറിയപ്പം കണ്ടപ്പോൾ വാങ്ങിച്ച കേട്ടോ. എൻ്റെ ചേച്ചി അത് ഞങ്ങൾ രണ്ടുപേരും ആ ലുലു മോളിൽ ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത് വീഡിയോ ഇട്ടില്ലേ. അപ്പം ചേച്ചിയും 2 പാക്കറ്റ് വാങ്ങിച്ചു, ഞാനും 2 പാക്കറ്റ് വാങ്ങിച്ചു. പുള്ളിക്കാരത്തി അത് പിറ്റേ ദിവസം തന്നെ തേച്ചു. എന്നിട്ട് കളറുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചർച്ചയിൽ വെച്ച് കണ്ടപ്പോഴത്തേക്കിനും ഞാൻ ചോദിച്ചു, എന്നാ കളറ് തേച്ചില്ലേ? അത് അന്ന് തന്നെ തേച്ചായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ അരിയിൽ കൂടെ ഇങ്ങനെ കുറച്ച് അന്നേരം എന്നോട് പറഞ്ഞു ഞാൻ എന്നും എണ്ണ തേച്ചേ കുളിക്കത്തുള്ളൂ. അത് ഞങ്ങളൊക്കെ പണ്ട് തൊട്ടേ അങ്ങനെയായിരുന്നു. ഞാനിപ്പോൾ ഒരു 2-3 വർഷമായിട്ട് എണ്ണ തേരില്ല. അപ്പം എന്നും എണ്ണ തേച്ചല്ലേ കുളിക്കുന്നത്, അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ആഴ്ച ഇതങ്ങ് തേക്കണ്ടേ. അപ്പം പുള്ളിക്കാരത്തിക്ക് അത് പ്രശ്നമില്ല, 20 രൂപയല്ലേ ഉള്ളൂ. നല്ലതായിട്ട് കറുത്തായിരുന്നു. അത് കെമിക്കൽ 20 രൂപയല്ലേ ഉള്ളൂ. അതുകൊണ്ട് മേടിച്ചതാണ്. അപ്പോൾ എന്തായാലും നമുക്കത് ഒരാഴ്ച കഴിയട്ടെ. ഇതെനിക്ക് കുറച്ചായി ഹെന്നായും നീലയമരിയും നെല്ലിക്കാപ്പൊടിയും എല്ലാം ഒന്ന് തേച്ചിട്ടെ മുടിയൊന്ന് വളരുകയും ചെയ്യും. മഞ്ഞുകാലത്ത് ഭയങ്കരമായിട്ട് പൊഴിയുമല്ലോ. അപ്പോൾ നമുക്കൊന്ന് പൊഴിച്ചിലൊക്കെ, എനിക്ക് ഭയങ്കരമായിട്ടൊന്നും പൊഴിയുന്നില്ല. ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്, അങ്ങനെ അധികം പൊഴിച്ചിൽ വരത്തില്ല. ഭയങ്കരമായിട്ട് പൊഴിയുന്നില്ലേലും മഞ്ഞുകാലം ആയതുകൊണ്ട് 1 2 ഒക്കെ ചീകുമ്പം പൊഴിയുന്നുണ്ടേ. അപ്പോൾ ഞാൻ ഓർത്തു ഓരോ നാച്ചുറൽ സാധനങ്ങളങ്ങ് തേക്കാം. ആദ്യം ഈ 1 2 ഇതുള്ളതുകൊണ്ട് നരയുള്ളതുകൊണ്ട് നമുക്ക് ആദ്യം ഹെന്നായും ഷമാ നിഹാറില്ലേ, അതും നമ്മുടെ ഹെന്നയുടെ പേര് ഷമാ നിഹാറാണല്ലോ ഞാൻ വാങ്ങിക്കുന്നത്. അതും നീലയമരിയും നെല്ലിക്കാപ്പൊടിയും കൂടിയാണ്. ഇതങ്ങ് ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഒരാഴ്ച കഴിയുമ്പം ഇച്ചിരി ഭൃംഗരാജ്, നമ്മുടെ കയ്യന്യം, അത് ഇച്ചിരി തുളസി, പനിക്കൂർക്കല, അരിവേപ്പില, മുരിങ്ങയില, അങ്ങനെയുള്ളതെല്ലാം കൂടെ ഒന്ന് തേക്കാം. എന്നാന്നറിയാവോ, അതൊക്കെ തേക്കും മുടി വളർന്നോളും. താരനും പോവും, മുടിയും വളരും. എനിക്ക് മുടി നീളം വെക്കുന്നുണ്ട് കേട്ടോ, ഉള്ളും വെക്കുന്നുണ്ട്. ഞാനങ്ങനെ എപ്പോഴും ഓരോന്ന് മുടിക്ക് ചെയ്യുന്ന ആളല്ലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് ആർഭാടമായിട്ട് അങ്ങ് വളരാത്ത. മുട്ടയുടെ വെള്ളയൊക്കെ എല്ലാ ദിവസവും തേച്ചിരുന്നെങ്കിൽ വന്നേനെ മുടി. തേച്ചതിൻ്റെയൊക്കെ ഗുണമുണ്ട്. ഇപ്പം മഞ്ഞായതുകൊണ്ട് ഇച്ചിരി എന്താ പറയുന്നത്, പൊഴിയുമോ എന്നുള്ളൊരു പേടി. 1 2 എണ്ണം പൊഴിയുന്നുമുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നാൽ പിന്നെ നമുക്ക് അങ്ങ് ഇങ്ങനെ ആഴ്ച 1 2 പ്രാവശ്യം നമ്മുടെ നാച്ചുറലി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ചെയ്തേക്കാം.
അപ്പോൾ ഇത് നമ്മളുടെ ഷമാനിഹാർ ഹെന്ന പൗഡറും പിന്നെ നമ്മുടെ മുഖത്ത് വീണല്ലേ ഷമാനിഹാർ ഹെന്ന പൗഡറും പിന്നെ നീലയമരിയും നെല്ലിക്കാപ്പൊടിയും കൂടെ കേട്ടോ. അത് തേക്കുമ്പം കളർ കിട്ടുമല്ലോ. ബ്ലാക്ക് അല്ല, ഡാർക്ക് ബ്രൗൺ. ഷമാനിഹാർ ഹെന്നയ്ക്ക് ഡാർക്ക് ബ്രൗൺ അല്ലേ, അത് ഞാൻ എപ്പോഴും പറയുമല്ലോ. പിന്നെ എന്നിട്ട് നമുക്കൊരു 3 ദിവസം കഴിയുമ്പം ഈ പറഞ്ഞ തുളസി, കയ്യന്യം, കറ്റാർവാഴ, കറ്റാർവാഴയുടെ പറയാൻ മറന്നേ, ആര്യവേപ്പ്, പനിക്കൂർക്കല എല്ലാം കൂടെ അങ്ങ് ചെയ്യാം. അങ്ങനെ ഒരാഴ്ച 3 ദിവസം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പരിപാടികൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ മഞ്ഞ് കാലത്തൊക്കെ നമുക്ക് മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും. ആരോഗ്യം ഇല്ലേലല്ലേ പൊഴിഞ്ഞൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം ഞാൻ ഇതൊന്ന് മൊത്തം തേച്ച് പിടിപ്പിക്കട്ടെ. ആരെണ്ണോട് ചോദിക്കട്ടെ തേച്ച് തരാമെന്ന്. അപ്പോൾ ഇത് ആഴ്ചയിൽ 1 ദിവസം തേക്കുക. പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യം 1 ദിവസം തേക്കുക. പിന്നെ വേറെ എന്താ, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അടുത്തത് ഓരോന്ന് പറഞ്ഞു തരാം. അങ്ങനെ ഓരോന്ന് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ മുടി അങ്ങ് വളർന്നോളും. ഇനി ആ മുഖത്ത് ഇത് ആരെണ്ണെ കൊണ്ടൊന്ന് തേപ്പിച്ചിട്ട് മുഖത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ഏത്തക്കാട തൊലിയും കോൺ സ്റ്റാർച്ചും കറ്റാർവാഴ ജെല്ലും എന്തായിരുന്നു 4 ഇൻഗ്രീഡിയൻ്റ് അല്ലായിരുന്നോ, മറന്നുപോയി, അതരച്ചത് ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് മുഖത്ത് തേക്കട്ടെ.